everyone, welcome back to our channel. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 അക്കൗണ്ടൻസി സബ്ജക്റ്റ് ആണ്. അതിൽ ഫസ്റ്റ് ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ്. അപ്പോൾ അക്കൗണ്ടിങ് പഠിക്കുന്നതിന് മുന്നേ നമുക്ക് അതിന്റെ ഡെഫിനിഷൻ ഒന്ന് നോക്കിയാലോ. Accounting is the art of recording, classifying, summarizing in a significant manner and in terms of money, transaction and events which are in part at least of a financial character and interpreting the result thereof. ഇതിൽ നമുക്കിത് പഠിക്കുമ്പോൾ ഓരോരോ വേർഡിങ്സ് ആയിട്ട് പഠിച്ചാൽ മതി. ഫസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ സ്റ്റേജ് എന്ന് പറയുന്നത് റെക്കോർഡിംഗ് ആണ്. സോ ഇതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ്. അക്കൗണ്ടിങ്ങിലെ ഫസ്റ്റ് സ്റ്റെപ്പാണ് റെക്കോർഡിംഗ്. രണ്ടാമത്തെയാണ് ക്ലാസിഫിക്കേഷൻ. അപ്പൊ ഈ വേർഡിങ്സ് അങ്ങനെ പഠിക്കാം. ദെൻ മൂന്നാമത്തെ സ്റ്റെപ്പാണ് സമ്മറൈസിങ്. ഇത് നമുക്ക് ഇൻ ടേംസ് ഓഫ് മണി, അതായത് ഓരോ ട്രാൻസാക്ഷൻസും നമുക്ക് മണിയുടെ ടേംസിലാണ് മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇൻ ടേംസ് ഓഫ് മണി. ദെൻ ഇതിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ഓരോ ട്രാൻസാക്ഷൻസും ഇവന്റ്സും ആണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. എന്നിട്ട് ലാസ്റ്റ് കിട്ടിയ റിസൾട്ട് എന്ന് പറയുന്നത് നമുക്ക് പ്രോഫിറ്റ് ഓർ ലോസ് ആയിരിക്കും. സോ ഈ റിസൾട്ട് ഇന്റർപ്രറ്റ് ചെയ്യലുമാണ് എന്ത് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഓരോ വേർഡിങ്സ് ആയിട്ട് പഠിക്കാം. റെക്കോർഡിംഗ്, ക്ലാസിഫൈയിങ്, സമ്മറൈസിങ് ഇൻ എ സിഗ്നിഫിക്കന്റ് മാനർ ഇൻ ടേംസ് ഓഫ് മണി, ട്രാൻസാക്ഷൻ ആൻഡ് ഇവന്റ്സ് വിച്ച് ആർ ഇൻ അറ്റ്ലീസ്റ്റ് ഓഫ് എ ഫിനാൻഷ്യൽ ക്യാരക്ടർ ആൻഡ് ഇന്റർപ്രറ്റിംഗ് ദ റിസൾട്ട് thereof. ഇത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അത്ര ഇമ്പോർട്ടന്റ് അല്ലെങ്കിലും നമ്മൾ അക്കൗണ്ടൻസി എന്ന് പറഞ്ഞൊരു സബ്ജക്ട് പഠിക്കുമ്പോൾ അതിന്റെ ഡെഫിനിഷൻ അറിഞ്ഞിരിക്കേണ്ടത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഡെഫിനിഷൻ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാനിതൊന്ന് പോയിന്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് റെക്കോർഡിംഗ് ആണ്. നമ്മൾ ബിസിനസ്സിലുള്ള ട്രാൻസാക്ഷൻസ് ഒക്കെ റെക്കോർഡ് ചെയ്ത് വെക്കും. അത് തന്നെ നമ്മൾ ക്ലാസിഫൈയും ചെയ്യും. ലെഡ്ജറിലോട്ട് പോസ്റ്റ് ചെയ്യുന്ന കാര്യമാണ്. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മളതൊരു സമ്മറി ഉണ്ടാക്കും. ദെൻ സിഗ്നിഫിക്കന്റ് മാനറിലാണ് നമ്മൾ ചെയ്യുന്നത്. അത് മണിയുടെ ടേംസിലുള്ളത്, അതായത് മോണിറ്ററി ടേംസിലുള്ള ട്രാൻസാക്ഷൻസ് ആണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ഇത് ബേസ്ഡ് ഓൺ ട്രാൻസാക്ഷൻ ആൻഡ് ഇവന്റ്സ്, അതായത് കമ്പനിയിൽ സംഭവിക്കുന്ന ട്രാൻസാക്ഷന്റെ ബേസിസിലാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. ദെൻ ഇന്റർപ്രറ്റിംഗ് ദ റിസൾട്ട് thereof. നമ്മുടെ കമ്പനി പ്രോഫിറ്റിലാണോ ലോസിലാണോ, നമ്മുടെ കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ എങ്ങനെയാണ്, ഇതൊക്കെ ഇന്റർപ്രറ്റ് ചെയ്യലാണ് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അത്ര ഇമ്പോർട്ടന്റ് അല്ലെങ്കിലും നമ്മൾ ഈ ഡെഫിനിഷൻ അറിഞ്ഞിരിക്കേണ്ടത് ഒരു നല്ല കാര്യമാണ്. സോ ഈ പോയിന്റ്സ് ഒന്ന് നോട്ട് ചെയ്താൽ മതി. ഇനിയുള്ള കാര്യങ്ങൾ, ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. അതിൽ ഫസ്റ്റ് വൺ ആണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ്. ഓക്കെ, ഇതിൽ 4 പോയിന്റ്സ് ആണ് ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ 4 പോയിന്റും ഇമ്പോർട്ടന്റ് ആണ്. എക്സാമിന് 2 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് ചോദിക്കുന്ന ഒരു ഏരിയ ആണിത്. സോ ഫസ്റ്റത്തെ 2 എണ്ണം റിലയബിലിറ്റി ആൻഡ് റിലവൻസ് ആണ്. ഇത് മെയിൻ ചെയ്യുന്നത് നമ്മുടെ അക്കൗണ്ടിങ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് റിലയബിളും റിലവൻറ്റും ആണെങ്കിൽ നമ്മുടെ യൂസേഴ്സിന് ഡിസിഷൻ മേക്കിങ്ങിന് വെരി ഹെൽപ്ഫുൾ ആയിരിക്കും. അറ്റ്ലീസ്റ്റ് ഈ പോയിന്റ് എങ്കിലും നിങ്ങൾ പഠിച്ചു വയ്ക്കണം. ദെൻ നമുക്ക് നമ്മുടെ കമ്പനീനെ കുറിച്ചിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും നമ്മുടെ അക്കൗണ്ടിങ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ കമ്പയർ ചെയ്യാൻ, കമ്പയറബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളുടെ ബിസിനസ് വേറൊരു ബിസിനസ് ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യണമെന്ന് വിചാരിക്കാം. നമുക്ക് പ്രോഫിറ്റ് കൂടുതലാണോ കുറവാണോ അങ്ങനെയൊക്കെ നമുക്ക് കമ്പയർ ചെയ്യണമെങ്കിൽ നമുക്ക് അക്കൗണ്ടിങ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബിസിനസ്സിന് തന്നെ ഓരോ വർഷങ്ങളായിട്ട് കമ്പയർ ചെയ്യാനും, ഇപ്പൊ കഴിഞ്ഞ വർഷം ഈ വർഷമായിട്ട് കമ്പയർ ചെയ്യാൻ നമുക്ക് പ്രോഫിറ്റ് കൂടിയോ കുറഞ്ഞോ, എക്സ്പെൻസ് കൂടിയോ കുറഞ്ഞോ, അങ്ങനെ ഈച്ച് പോയിന്റ് നമുക്ക് എന്താണ് മാറ്റം വന്നത് എന്ന് പ്രീവിയസ് ഇയർ ആയിട്ടൊക്കെ നമുക്ക് കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ അക്കൗണ്ടിങ് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ എക്സാമിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണിത്. മിക്ക എക്സാമിനും ചോദിച്ചു കണ്ടിട്ടുണ്ട്. സോ ഇനി എക്സാമിന് വരുന്ന അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്. ഇതും മിക്ക എക്സാമിനും ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് പോയിന്റ് നമുക്ക് നോക്കാം. മെയിൻ്റനൻസ് ഓഫ് റെക്കോർഡ്സ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ്സിലുള്ള ഓരോ ട്രാൻസാക്ഷനും, ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ട്, പിന്നെ ഗുഡ്സ് പർച്ചേസ് ചെയ്തു, ഫർണിച്ചർ പർച്ചേസ് ചെയ്തു, ഗുഡ്സ് സെയിൽ ചെയ്തു, ഇങ്ങനെ വരുന്ന ഓരോ ട്രാൻസാക്ഷൻസും നമ്മൾ റെക്കോർഡ് ചെയ്യലാണ് നമ്മുടെ ഫസ്റ്റത്തെ ഒബ്ജക്റ്റീവ്. ഓക്കെ, മെയിൻ്റനൻസ് ഓഫ് റെക്കോർഡ്സ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ, ബിസിനസ്സിലത്തെ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാം. ദെൻ അടുത്തത് അസർട്ടൈൻമെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്.
അങ്ങനെ നമ്മൾ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്തിട്ട് നമ്മുടെ ബിസിനസ്സിന് പ്രോഫിറ്റ് ആണോ കിട്ടിയ ലോസ് ആണോ കിട്ടിയെന്ന് നോക്കണ്ടേ, അത് കണ്ടുപിടിക്കലാണ് അടുത്ത ഒബ്ജക്റ്റീവ്. അതുപോലെ തന്നെ മൂന്നാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ പൊസിഷൻ അസർട്ടൈൻ ചെയ്യലാണ്. നമ്മുടെ പ്രോഫിറ്റും ലോസും കണ്ടുപിടിച്ചാൽ മാത്രം പോരാ, ഫിനാൻഷ്യൽ പൊസിഷനും കൂടി നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അതാണ് മൂന്നാമത്തെ ഒബ്ജക്റ്റീവ്. പിന്നെ അടുത്തത് ടു പ്രൊവൈഡ് ഇൻഫോർമേഷൻ ടു ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ യൂസേഴ്സ്. അതായത് നമ്മളിങ്ങനെ പ്രോഫിറ്റും ലോസും ഫിനാൻഷ്യൽ പൊസിഷനും കണ്ടുപിടിച്ച് വെച്ചാൽ മാത്രം പോരാ, അത് റെലവെന്റ് ആയിട്ടുള്ള യൂസേഴ്സിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യലും കൂടി ചെയ്യണം. ഓക്കെ, അതാണ് നമ്മുടെ ഇന്റേണൽ യൂസേഴ്സ് ഉണ്ടാവും കമ്പനിയിൽ, അതുപോലെ തന്നെ എക്സ്റ്റേണൽ യൂസേഴ്സ് ഉണ്ടാവും. അവർക്ക് ഈ ഡാറ്റ പ്രൊവൈഡ് ചെയ്യലും കൂടിയാണ് അക്കൗണ്ടിങ്ങിൽ ചെയ്യുന്നത്. സോ 4 ഒബ്ജക്റ്റീവ് ആണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഒന്ന് ട്രാൻസാക്ഷൻസ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യല്, പിന്നെ പ്രോഫിറ്റും ലോസും കണ്ടുപിടിക്കല്, ദെൻ ഫിനാൻഷ്യൽ പൊസിഷൻ കണ്ടുപിടിക്കല്, പിന്നെ അങ്ങനെ കണ്ടുപിടിച്ചിട്ടുള്ള ഇൻഫോർമേഷൻസ് നമ്മുടെ റെലവെന്റ് ആയിട്ടുള്ള യൂസേഴ്സിന് പ്രൊവൈഡ് ചെയ്യല. ഇത്രയാണ് നമുക്ക് ഒബ്ജക്റ്റീവ് ആയിട്ട് വരുന്നത്. ഇതും എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടന്റ് ആണ്. സോ ഇതെല്ലാവരും നോട്ട് ചെയ്യണം. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ റെലവെന്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് യൂസേഴ്സിന് പാസ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ആ യൂസേഴ്സ് ആരൊക്കെയെന്ന് അറിയണ്ടേ? നമ്മൾ ഇന്റേണൽ യൂസേഴ്സും എക്സ്റ്റേണൽ യൂസേഴ്സും പറഞ്ഞു അല്ലേ. അപ്പൊ അതിന്റെ എക്സാമ്പിൾസ് നോക്കാം. ഇന്റേണൽ യൂസേഴ്സിൽ വരുന്നത് ചീഫ് എക്സിക്യൂട്ടീവ്, ഫിനാൻഷ്യൽ ഓഫീസർ, വൈസ് പ്രസിഡന്റ്, ബിസിനസ് യൂണിറ്റ് മാനേജേഴ്സ്, പ്ലാന്റ് മാനേജേഴ്സ്, സ്റ്റോർ മാനേജേഴ്സ്, ലൈൻ സൂപ്പർവൈസേഴ്സ്. ഈ നെയിംസ് അതേപോലെ തന്നെ നിങ്ങൾ പഠിക്കുക. കാരണം ഇത് 1 വേർഡ് 2 മാർക്ക് ക്വസ്റ്റ്യൻ അങ്ങനെയൊക്കെ നമുക്ക് വരാറുണ്ട്. ഇപ്പോൾ കുറെ എക്സാമ്പിൾസ് തന്നിട്ട് അത് ഇന്റേണൽ ആയിട്ടും എക്സ്റ്റേണൽ ആയിട്ടും ക്ലാസിഫൈ ചെയ്യാനൊക്കെ പറഞ്ഞ് ക്വസ്റ്റ്യൻ വരാറുണ്ട്. സോ ഈ നെയിം അതേപോലെ തന്നെ പഠിക്കുക. അതുപോലെ തന്നെ എക്സ്റ്റേണൽ യൂസേഴ്സ് ഷെയർ ഹോൾഡേഴ്സ്, ക്രെഡിറ്റേഴ്സ്, കസ്റ്റമേഴ്സ്, ബാങ്ക് ആൻഡ് അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഡിബഞ്ചർ ഹോൾഡേഴ്സ്, അതർ ലെൻഡേഴ്സ്, സെബി, രജിസ്ട്രാർ ഓഫ് കമ്പനീസ്, സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ട്രേഡ് അസോസിയേഷൻസ്, ലേബർ യൂണിയൻസ്. ഇത്രയും പോയിന്റ്സ് ഉണ്ട്. ഇതെല്ലാം അതേപോലെ തന്നെ പഠിക്കുക. കാരണം ഇത് മൊത്തം എക്സാമ്പിൾ ആയിട്ട് തന്നിട്ട് അതിൽ നിന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. ഇന്റേണൽ ആയിട്ടും എക്സ്റ്റേണൽ ആയിട്ടും ക്ലാസിഫൈ ചെയ്യാൻ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ വരാറുണ്ട്. സോ ഈ നെയിംസ് അതേപോലെ തന്നെ നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ 4 കാര്യങ്ങളാണ് ഇതുവരെ ഡിസ്കസ് ചെയ്തത്. ഡെഫിനിഷൻ, ക്യാരക്ടറിസ്റ്റിക്സ്, ഒബ്ജക്റ്റീവ്, പിന്നെ യൂസേഴ്സ്. അപ്പൊ 4 ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്തു. ഇനിയും കുറച്ച് പോർഷൻസും കൂടി ഇതിൽ കവർ ചെയ്യാനുണ്ട്. അതും എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ആണ്. സോ നെക്സ്റ്റ് പാർട്ട് എല്ലാവരും മിസ് ചെയ്യാതെ കാണണം.